ഈജിപ്ത് മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇസ്രായേൽ നിരന്തരം വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫലസ്തീന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഉപാധികളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം ഞായറാഴ്ച കൈറോ വിടുമെന്ന് ഫലസ്തീൻ പ്രതിനിധികൾ പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ലോകവ്യാപക പ്രതിഷേധമുയർന്നു. ഇസ്രായേൽ, US, വെനിസ്വേല, ഫ്രാൻസ്, ഇന്ത്യ, ലണ്ടൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ഇരമ്പി. പോലീസിന്റെ വിലക്ക് ലംഘിച്ച് നിരവധി പേരാണ് ഇസ്രായേലിലെ തെല്ലവീവിൽ ഒത്തുകൂടിയത്. ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചായിരുന്നു വെനിസ്വേലയിലെ ജനങ്ങളുടെ ഒത്തുചേരൽ. സാംസ്കാരിക മന്ത്രി ഫിദൽ ബാർബരിറ്റോയും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ലണ്ടനിൽ പ്രതിഷേധക്കാർ BBC ആസ്ഥാനത്തേക്കാണ് ആദ്യം പ്രകടനം നടത്തിയത്. ഗസയിൽ നിന്നുള്ള വാർത്തകൾ ഇസ്രായേലിന് അനുകൂലമായി വളച്ചൊടിക്കുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇന്ത്യയിലെ ജന്തർ മന്ദിറിലും തമിഴ്നാട്ടിലും പ്രതിഷേധക്കാർ ഒത്തുകൂടി. ചിലിയിലെ സാന്റിയാഗോ തെരുവിൽ 5000 പേരാണ് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കിയത്. ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചിലി സർക്കാരിനോടവർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിലും പാരീസിലും നടന്ന റാലിയിലും ഗസ വിമോചനത്തിനായി ശബ്ദമുയർന്നു. ലോകവ്യാപക പ്രതിഷേധമുയരുന്നതിനിടയിലും ആക്രമണം ശക്തമാക്കുമെന്നും സമാധാന ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും ഇസ്രായേൽ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.